ഗൈസ് അപ്പോൾ നമ്മൾ കടലമിഠായി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. തോല് കളഞ്ഞിട്ടുള്ള കടലയാണ് എടുത്തിട്ടുള്ളത്. അതിന് നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ പാനിലിട്ടൊന്ന് ഫ്രൈ ആക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക. അതിന് ശേഷം 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതിനെ ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് അതിൽ കച്ചറ കളയാനാണ് ആവശ്യം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ പാത്രത്തിലൊന്ന് തേച്ച് കൊടുക്കുക. കാരണം നമ്മൾ കടലമിഠായി ഉണ്ടായതിന് ശേഷം അതിൽ ഒഴിച്ച് വയ്ക്കാനുള്ളതാണ്. ഈ പരുവത്തിൽ മെൽറ്റായതിനു ശേഷം വെള്ളം ഒന്ന് മെൽറ്റായതിനു ശേഷം ഒരു ഫിൽറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്ത് കൊടുക്കുക. കാരണം അതിൽ എന്തെങ്കിലും കച്ചറ ഉണ്ടാവും എന്തായാലും. നോക്കി കുറച്ച് ചെറിയ പൊടികളും കല്ലൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് പാത്രത്തിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി ജസ്റ്റ് കുറച്ചും കൂടെ കട്ടിയാവുന്നവരെ നന്നായിട്ടൊന്ന് മെൽറ്റായി കൊടുക്കുക. അതിലോട്ട് 1 സ്പൂൺ ഏലക്കായി, അതുപോലെ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് ഒരു വിധം നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ഒരു കട്ടിയാവുന്ന സമയത്ത് നമ്മുടെ വറുത്ത് വെച്ച കടല അതിലോട്ട് ഇടുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ എല്ലാം കടലയും നമ്മുടെ വെല്ലം എല്ലാം ഈ രീതിയിൽ ഒരു പരുവത്തിലൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ നെയ്യ് ഒഴിച്ച് വെച്ച പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി വരുത്തുന്ന ഇതുകൊണ്ടോ റോള് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം കൊണ്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ ഷേപ്പിൽ അതിനെ മുറിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയപ്പോഴുണ്ടല്ലോ കറക്റ്റായിട്ട് നമുക്ക് പരത്താനോ അല്ലെങ്കിൽ മുറിച്ചെടുക്കാനോ പറ്റിയില്ല. പക്ഷേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തോ സംതിങ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ പൊളിഞ്ഞു പോയ ഒരു പരീക്ഷണമാണിത് ഗൈസ്. പക്ഷേ മുട്ടായിൻ്റെ രീതിയിലൊക്കെ ഈ സാധനമൊക്കെ നമ്മൾ അടിച്ച് തിന്നൊക്കെ തീർത്തു കേട്ടോ. പക്ഷേ എന്തോ ഒരു സംതിങ് ഇഷ്യൂ ഉണ്ട് നമ്മൾ ഉണ്ടാക്കിയതിൽ. അപ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പം നമ്മൾ എല്ലാ പരീക്ഷണങ്ങളും വിജയിച്ച് മാത്രം നിങ്ങളോട് കാണിച്ചാൽ മാത്രം പോരല്ലോ. അപ്പോൾ നമ്മുടെ പൊളിഞ്ഞു പോയ ഒരു പരീക്ഷണമാണിത്. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അറിയുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാകും കേട്ടോ. അപ്പോൾ എന്താണ് മിസ്റ്റേക്ക് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും രേഖപ്പെടുത്തുക ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സക്സസ് ആയിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നവരെ ബൈ ബൈ.